ഷൂട്ട് ചെയ്ത് പരസ്യമായിട്ടല്ലേ ഷൂട്ട് ചെയ്ത്. അപ്പൊ ആസിഫിക്കയുടെ ഒരു പടം ഇപ്പൊ ഒരുപാട് പേർക്ക് നമുക്കൊക്കെ പടങ്ങളുണ്ട് ആസിഫിക്കായിട്ടുള്ള. അപ്പൊ നിങ്ങളൊരു പടം വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ ടോർച്ചർ ചെയ്യാൻ സാധിക്കുക? അല്ല, ആ പടം വെച്ചിട്ട് ആസിഫിക്കായിട്ടുള്ള ഒരു പടം എടുത്തു എന്നുള്ള പേരിൽ എങ്ങനെയാണ് ടോർച്ചർ ചെയ്യാൻ സാധിക്കുക? നിങ്ങൾ പബ്ലിക്കായിട്ട് ഷൂട്ട് ചെയ്ത പടമാണ് അല്ലെ, അതെങ്ങനെ സാധിക്കുക? അതെങ്ങനെ നിങ്ങളെ ബാധിക്കാന്നുണ്ട്? അല്ലല്ല, പബ്ലിക്കായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് പോസ്റ്റ് ചെയ്തിരിക്കുന്ന അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന എന്താണ്? ഫ്രോഡല്ലേ, ചീറ്റിംഗ് അല്ലേ? ഇത് സിനിമയുടെ പ്രൊമോഷൻ അല്ലല്ലോ. ഞാൻ ഇന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാശ് വാങ്ങിച്ചു എന്ന് പറയും. ഈ സിനിമയുടെ അവകാശി ആരാ? ഞാനാണ്. ഫിലിം ചേംബറിലായിക്കോട്ടെ എല്ലാ രേഖാമൂലം സെൻസർ സർട്ടിഫിക്കറ്റ് വരെ എൻ്റെ പേരിലാണ്. ഇനി നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ടുള്ളത് കേരള ഫിലിം ചേംബർ, കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരാളുടെ കംപ്ലൈൻറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ ഒരാൾ ഒരു ഫിനാൻഷ്യലി ഇങ്ങനെയുള്ളൊരു ഇടപാട് വരുമ്പോൾ അസോസിയേഷൻ രേഖാമൂലം അവർ NOC തരാറില്ല. എനിക്ക് അസോസിയേഷൻ എനിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റി. ഞാനിതിനകത്ത് ഹെൽപ്ലെസ് ആണ്, നിരപരാധിയാണ്. ആദ്യത്തെ ഓർഡർ എനിക്ക് കൊടുത്തു. അസോസിയേഷൻ എന്ന് NOC ഉണ്ടെങ്കിൽ മാത്രമേ പടം സെൻസർ ചെയ്യാൻ പറ്റൂ. ഈ സെൻസർ സർട്ടിഫിക്കറ്റ് വരെ എൻ്റെ പേരിലാണ്. ഈ സിനിമയ്ക്ക് ഞാൻ പറയുന്നില്ല, ഒരു അവകാശികളും ഇല്ല. ആരിൽ നിന്നും ഞാൻ കാശ് മേടിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഈ വിവേക് വിശ്വൻ എന്ന് പറയുന്ന ആളോ അല്ലെങ്കിൽ ആരാണോ ഈ ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനിയോ ആരെങ്കിലും പ്രൂവ് ചെയ്യട്ടെ. ഇത് ഞാൻ പറഞ്ഞില്ലേ ബ്രദർ, ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനെ തള്ളുക. എൻ്റെ ഏറ്റവും നല്ലൊരു ഡേറ്റ് ആയിരുന്നു 17 എന്ന് പറയുന്നത്. ആ ദിവസം പടം ഇറങ്ങാൻ പറ്റിയില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനൊരു എക്സ്പെക്ട് ചെയ്തില്ല. ഓൾ കേരള എന്നല്ല, വേൾഡ് ഫുള്ള് പരസ്യം ചെയ്തു. GCCയിൽ വരെ റിലീസ് ചെയ്തു. ഈ പടത്തിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ബുക്ക് മൈ ഷോയിൽ ഷേണായിസ്, ട്രിവാൻഡ്രം എല്ലാം പല സ്ഥലത്തും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു ഗതികേടൊന്ന് ആലോചിക്കണം. ഒരു കാശ് മേടിക്കാത്ത ഒരാൾ ഇതിനകത്ത് ഒരു വിധത്തിലും ബന്ധപ്പെടാത്ത, ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ എൻ്റെ സിനിമയെ വന്ന് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഈ സിനിമയിൽ ഏറ്റവും അവസാനം വന്ന ആളാണ്. അല്ല, ഈ സിനിമയിൽ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ആ സിനിമയിലെ തുടക്കത്തില് ഈ സിനിമ ടൈറ്റിൽ രജിസ്ട്രേഷൻ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അല്ല, അവസാനം വന്ന ആളാണ്. അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരാളാണ് സംവിധായകൻ അല്ലെ. അപ്പൊ ഇവരായിട്ടുള്ള ഡീലിംഗിൽ ആദ്യത്തെ ഡീലിംഗ് ഒക്കെ വരുന്നത് നിങ്ങളായിട്ടാണ് അല്ലെ. അപ്പൊ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഇദ്ദേഹം ഏറ്റവും അവസാനം നിങ്ങളുടെ ആ സിനിമയെ ഒന്ന് കൈപിടിച്ച് ഉയർത്തിയ ഒരാളെന്നുള്ള രീതിയിൽ പരിഗണിക്കാം. അപ്പൊ നിങ്ങളുടെ ഇടയിലുള്ള ഡീലിംഗിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു? സുഹൃത്തെ, എന്റെ ഇടയിലെ ഡീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ഫ്ലൈ പ്രൊഡക്ഷനുമായിട്ടായിരുന്നു. ഈസി ഫ്ലൈയുടെ അജിമേടയിലും തൗഫീഖുമായിട്ടായിരുന്നു. അവരെ എനിക്ക് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സിനിമയുടെ തന്നെ കൺട്രോളർ ആയിട്ടുള്ള ജിത്ത് പരപ്പനങ്ങോടായിരുന്നു. അവർ അഡ്വാൻസ് തന്നു. ആ പടം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പ്രീ പ്രൊഡക്ഷൻസ് തുടങ്ങി എന്ന് പറയുന്നിടത്ത് 3 മാസത്തിനുള്ളിൽ എനിക്ക് മനസ്സിലായി ഇവർ തമ്മിൽ പാർട്ട്നേഴ്സ് തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അവർ പറഞ്ഞു അവരെ കൊണ്ട് ഇത് പുള്ളപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഫെഫ്കയിൽ പോയത്. അതാണ് ചോദിക്കേണ്ടത്. അവൻ പറയുന്നത് 1 കോടി പോയിന്റ്. ഈ പടത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചാലും, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പോയാലും, ഡയറക്ടേഴ്സ് അസോസിയേഷനിൽ പോയാലും, ഇത് ഞാൻ ഒരു ദിവസം ഒളിച്ചു കൊണ്ടുവന്ന് മറച്ചു വിറ്റ പടമല്ല. ഇത് ആദ്യം ഞാനാണ് ഡയറക്ടേഴ്സ് അസോസിയേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നത് റിട്ടേൺ മെയിലില്. അതായത് ഇതുപോലെ 3 മാസമായിട്ട് പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇവരുടെ കയ്യിൽ ഫണ്ട് ഇല്ല മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. പുള്ളി ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ് എനിക്ക് അതായത് ഈ സിനിമ ഒളിച്ചു വെച്ച് ഷൂട്ട് ചെയ്തതല്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫസ്റ്റ് ലുക്ക് വിടും. ഷൂട്ടിംഗ് ഡേ ഈ ഡേറ്റിലൊന്നും എന്നെ വിളിച്ചുകൂടെ, ഇവർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെ. അപ്പൊ എന്നെ മനഃപൂർവ്വം ഒരുത്തം പെടട്ടെ ഏറ്റവും എൻഡിൽ വന്നു, റിലീസ് ഡേക്ക് മുമ്പ് വന്ന് ഇത് പറയണമെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിച്ചത്? നിങ്ങൾക്ക് ടെക്നിക് കോൾ വന്നെന്ന് പറയാം. കുറച്ചും കൂടെ റിസപ്ഷൻ പോയി അന്വേഷിച്ചായിരുന്നു. കോൾ വന്നിരുന്നത് റിസപ്ഷൻ കോൾ വന്നിരുന്നാണ് അത് പറയുന്നത്. പ്രതീഷ് ബ്രോ, ആ ലേഡി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക അദ്ദേഹത്തിന്. അവരാണ് അത് അറ്റൻഡ് ചെയ്തത്, അവരാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞാൻ ഈ ചോദിച്ച സുഹൃത്തിനടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു. ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ബുക്ക് ചെയ്തത് ഞാനാണ് വിളിച്ച് പറഞ്ഞത്. നൈസാം സലാം പ്രൊഡക്ഷൻ്റെ ബാനറിലാണ് ബുക്ക് ചെയ്തത്. ഈ ഹോട്ടലിൽ ത്രെറ്റനിങ് കോളായിട്ട് വന്നു. അതിന് റെക്കോർഡിങ് അവരുടെ കയ്യിലുണ്ട്. ഒഫീഷ്യൽ മെയിലായിട്ട് വന്നു. ഒപ്പം പല ചാനലുകളെയും വിളിച്ച് അങ്ങോട്ട് പറഞ്ഞു ഇതെടുക്കരുത്, ഹൈക്കോടതിയിൽ സ്റ്റേ ഉള്ള സംഭവമാണെന്ന്. ഞാൻ പ്രൂഫുണ്ട്. ഇവിടെ ക്രൗൺ പ്ലാസയിൽ റെക്കോർഡിംഗ് ഉണ്ട്. അഞ്ജു എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ്, അഞ്ജു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അഞ്ജുയുടെ കയ്യിൽ റെക്കോർഡിംഗ് ഉണ്ട്. ഒഫീഷ്യൽ ഇമെയില് ക്രൗൺ പ്ലാസയിൽ വന്നു ഇത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. വീണ്ടും വീണ്ടും അയാൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസ്തുത ഈ ഇവിടെ തന്നെ ക്രൗൺ പ്ലാസയിലെ വ്യക്തി തന്നെ നമ്മളോട് പറയുകയും ചെയ്തു. അതിൽ കൂടുതൽ എന്താണ് ഞാൻ നേരിട്ട് കണ്ടാണ്, എന്നെ കാണിച്ചതാണ്.
മെയിലിന്റെ അങ്ങനെ ചെയ്തെങ്കിൽ ഭയങ്കര മെയിലിന്റെ കോപ്പി എടുത്തത് മെയിലിന്റെ കോപ്പി 5 എല്ലാ കോപ്പി ആദ്യം എനിക്ക് അറിയില്ല. ആദ്യം ഇത് ഞാനിവിടെ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെന്നെ വിളിച്ചു. ആദ്യം ക്രൗൺ പ്ലാസയെ വിളിച്ചു, ഇവിടുന്ന് നമ്പർ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളിച്ചു. ഞാൻ പുള്ളിയോട് കാര്യം പറഞ്ഞപ്പോൾ ഓക്കെ ഇതാണോ ഈ വിഷയം, ഓക്കെ നടത്തിക്കോളാം പറഞ്ഞു. അതിനുശേഷമാണ് പുള്ളി ഡയറക്റ്റ് ഇവിടെ മെയിൽ അയക്കുകയും ഇവിടെ വിളിക്കുകയൊക്കെ ചെയ്തു. ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ നാട്ടിലെ കോടതി സിസ്റ്റം ഒക്കെ ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് എന്ന നിലയിലാണ് നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും ഇപ്പോൾ ഇതിന് പ്രൊമോഷൻ അടക്കം കോടതി ഇങ്ങനെ സ്റ്റേ ചെയ്ത പശ്ചാത്തലത്തിൽ നിങ്ങൾ നടത്തുന്നത് കോടതിയെ ലക്ഷ്യമായിട്ട് കൂട്ടുമെന്നുള്ള നിലയിലാണ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് റിലീസിങ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രൊമോഷന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. പ്രൊമോഷൻ ഒന്ന് നമ്മളിപ്പോ ഒരു അതിനകത്ത് അങ്ങനെ എടുത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് ചെയ്യില്ല, തീർച്ചയായിട്ടും ഒരിക്കലും ചെയ്യില്ല. അത് ആ എമൗണ്ട് ഫർണിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ വെച്ച് ചോദ്യത്തിന് ക്ലിയർ ആയിട്ട് ആൻസർ കിട്ടില്ല. കാരണം ആ 3 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സാലറി ഇനത്തിൽ കിട്ടിയ തുകയാണ് തിരിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു. എനിക്കും ആസിഫിന് തന്ന അഡ്വാൻസും 3 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ കാശുമാണ് തിരിച്ചു കൊടുത്തത്. അപ്പോ അതിൽ ഈ പറയുന്ന എമൗണ്ട് പെടുവോ? ഇല്ല, അതാണ് സുഹൃത്തെ ഈ 1.5 കോടി എന്ന് പറയുന്ന സാധനം ഇപ്പം കോടതിയെ ബോധ്യപ്പെടുത്തിയേക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് തൗഫീഖ് എന്ന് പറഞ്ഞ ആളുമായിട്ട് 2020 മുതലുള്ള അലിഗേഷനാണ്. ഇതേ 1.5 കോടിയുടെ പേരിൽ ട്രിവാൻഡ്രം ഡിവൈഎസ്പിയുടെ എടുത്തൊരു പരാതി ഇരിക്കുന്നു. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ വേറൊരു പരാതി ഇരിക്കും. ഇത് കോടതിക്ക് മനസ്സിലായപ്പോഴല്ലേ ഇത് റിജക്ട് ചെയ്യണത്. ഇത് ജില്ലാ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ട് അവരെഴുതിയ ഓർഡറിനകത്ത് അതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ കോപ്പി നിങ്ങൾക്ക് ആർക്ക് വേണം തരാം, കാരണം അത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ജില്ലാ കോടതി റിജക്ട് ചെയ്ത് ഹൈക്കോടതി പിന്നെ സ്റ്റേ ചെയ്തല്ലോ, അവിടെയാണല്ലോ പോയിന്റ്. അത് നമ്മൾ നോക്കണമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ഈ സിനിമ ഷൂട്ടിംഗ് ഉടനെ ഇത് ഓഗസ്റ്റ് 5 ഏത് മാസം? 2023. 2020 ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവേക് താങ്കളെ സമീപിച്ചിരുന്നു. ഈ വിഷയം ഒരു മിനിറ്റ് വിഷയമാണ് 2023 നവംബർ 18-ാം തീയതി താങ്കളെയും ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളിൽ സമീപിക്കും. താങ്കൾക്ക് വാട്സാപ്പിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, തൗഫീഖിന് ഞങ്ങൾ 1,55,00,000 കൊടുത്തിട്ടുണ്ട്, താങ്കൾക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സമയത്ത് താങ്കൾ ഈ പോലീസിനോട് പറയണ്ടേ? അല്ല സുഹൃത്തെ, ഞാൻ തിരിച്ചൊരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഈ പറയുന്ന എനിക്ക് 4-ഉം ആസിഫിനും ഇത്രയാണ് എമൗണ്ട് ടോട്ടല്. ഇത് എല്ലാം കൂടെ കൂടിയിട്ട് നൈസാമൊക്കെ കൊടുത്തത് 50 ലക്ഷം രൂപയാണ്. ഇത് എനിക്ക് ബോധ്യമുള്ളപ്പം എന്റെ പടത്തിനെതിരെ ഒരുത്തൻ 1.5 കോടി എന്ന് പറഞ്ഞു വന്ന ഞാൻ എന്തിനു കേൾക്കണം? അല്ല, ഒരു കാര്യം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിർമ്മാതാവിനെ നിങ്ങൾ അറിയിക്കണം. ഏറ്റവും ചോദ്യം ഇത് 50 ലക്ഷം ഉള്ളൂ, 50 ലക്ഷം ഉള്ളൂ, അല്ലെങ്കിൽ 1 ലക്ഷം ഉള്ളൂ. ഇത് നിർമ്മാതാവിനെ അറിയിച്ചോ? ഇത് അറിയിച്ചാലും അറിയിക്കുന്നതിന് ഞാൻ പറയട്ടെ, ആദ്യം ഒരു കാര്യം പറയട്ടെ. ഇങ്ങനെ ഒരു അലിഗേഷൻ ഉള്ളപ്പോൾ വ്യക്തിപരമായിട്ട് അയാൾക്ക് എന്നെ വിളിക്കാൻ അയാൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? എന്തിനാണ് ഈ പടത്തിന്റെ റിലീസ് വരെ കാത്തിരുന്നത്? 2003 നവംബർ 18-ാം തീയതി ഇദ്ദേഹത്തിന് സമീപിക്കും. ഇദ്ദേഹത്തിന് വാട്സാപ്പ് മെസ്സേജ് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നിങ്ങൾ അതിൽ ഇടപെടണമെന്ന് പറഞ്ഞ് നിങ്ങളത് അറിയിച്ചെങ്കിൽ മോശമല്ലേ? നിങ്ങളെ ചതിക്കുകയാണ്. സുഹൃത്തെ, ഇതിലൊരു കാര്യമുണ്ട്. അത് സത്യമല്ല എന്നറിയാവുന്ന എനിക്ക് എന്തിന് ഇയാളെ പേടിക്കണം? അപ്പൊ നിങ്ങൾ പറഞ്ഞ 50 ലക്ഷം എത്ര ഉണ്ടെന്ന് പറഞ്ഞില്ലേ? സുഹൃത്തെ, അഡ്വാൻസ് അറിയിച്ചോ? ഹലോ, അതുകൊണ്ടാണല്ലോ അവര് നിർമ്മാതാവ് പാവം പൈസ ആയിട്ട് വരുന്നതാണ്. ഓരോ ഡയറക്ടറേയും ഓരോ സ്ക്രിപ്റ്റ് വിശ്വസിച്ച നിർമ്മാതാവ് വരുന്നത്. അപ്പൊ താങ്കൾക്കാണ് ഇതെല്ലാം അറിയാം. തുടക്കം മുതലുള്ള താങ്കളാണ്. താങ്കൾ നിർമ്മാതാവിന്റെ അടുത്ത് പറയണ്ടേ? ഈ നവംബർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇല്ല, മെസ്സേജ് ചെയ്തിട്ടുണ്ട്. താങ്കൾക്ക് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? താങ്കൾക്ക് പറയാൻ പറ്റുമോ? സുഹൃത്തെ, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതിന് തെറ്റുകാരനല്ലെങ്കിൽ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയണേക്ക് ഇപ്പൊ ഹൈദരാലി എന്ന് പറഞ്ഞ ഒരാള് അല്ലല്ല തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇത് അല്ല, അങ്ങനെ ഒത്തിരി മെസ്സേജുകൾ പല രീതിയിൽ അയാൾ അയക്കുന്നുണ്ട്. ഉണ്ടെന്ന് അയച്ചിട്ടുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഇതൊക്കെ അറിയാവുന്ന ആളാണല്ലോ അയാള്. താങ്കൾക്ക് തന്ന പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. തൗഫീഖിനല്ലോ, ഈസി ഫ്ലൈ പ്രൊഡക്ഷനാണ് ഞങ്ങൾ തിരിച്ചിട്ട് കൊടുത്തത്. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും ഈ മേടയിലും ഉണ്ട്. എന്തിനാണ് ഈ മൊഴി മാറ്റി കൊടുത്തത്? പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത് നമ്മളെ പറ്റിക്കുവായിരുന്നു പറഞ്ഞു. അതാണ് നിങ്ങൾ കൂടുതൽ ചോദ്യം ചോദിക്കുന്നതിനും ഇതൊന്നും വായിക്കുന്നത് നന്നായിരിക്കും. കാരണം എന്താന്ന് ഞാൻ പറഞ്ഞത്, ഞാനൊന്ന് പറഞ്ഞു. സിമ്പിൾ ചോദ്യമുള്ളല്ലേ ഇത്? പുള്ളി അറിഞ്ഞിട്ട് നിങ്ങൾ അറിയിച്ചു മാത്രമേ ചോദിച്ചോളൂ.
എന്റെ ചോദ്യം അത് മാത്രമേ എനിക്കിതൊന്നും പുള്ളി അറിഞ്ഞിട്ട് പുള്ളിക്ക് മെസ്സേജ് താങ്കളെ അറിയിച്ചു താങ്കൾ നിർമ്മാണം പൈസ ആയിട്ട് സിനിമ ചെയ്യാൻ വരുന്ന ആളാണ് താങ്കൾ അറിയണമല്ലോ. ഒറ്റ കാര്യമുള്ളൂ സുഹൃത്തെ, എന്റെ ഇതിനകത്ത് ഞാൻ ഒറ്റ കാര്യം ചിന്തിക്കുള്ളൂ. ഫോൾസ് ആയിട്ടുള്ള അലിഗേഷൻ പലതും വരും. ഞാനത് സത്യമാണെങ്കിൽ മാത്രം പേടിച്ചാൽ മതി. എൻ്റെ അറിവില് ഇതില്ല. വേറെ കാര്യം ഞാൻ ഹൈദരാലി എന്ന് പറഞ്ഞ ആളോട് ഒരു കാര്യം തിരിച്ചു വെച്ചോട്ടെ. തിരിച്ചു സുഹൃത്തെ, ഞാൻ നിങ്ങളുടെ കൺസേൺ മനസ്സിലാക്കുന്നു. ഞാൻ താങ്കളോട് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 2020 കൊടുത്ത കാശിന് 22 മുതൽ റീപേ ചെയ്തുകൊണ്ടിരിക്കുന്നു കോടതി വരെ പറഞ്ഞ സ്ഥാനത്തില് 23 എനിക്ക് മെയിൽ അയച്ചുകൊണ്ടിരിക്കുവോ മെസ്സേജ് അയക്കുമ്പോ ഞാൻ ഇതിന് പേടിക്കണം? ഇതിപ്പോ എന്താ അല്ല, ഒപ്പേറ എന്ന് പറഞ്ഞൊരു പേര് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഒപ്പേറെ ഉസ്മാനും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. അല്ല, അതാ പറഞ്ഞത്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് വാട്സാപ്പിൽ കിട്ടിയ ഒരു സാധനം തെളിവായിട്ട് നിങ്ങൾ പൊക്കി പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തെളിവാണോ? അല്ല, അത് മാത്രം തെളിവ്. ഒരു കാര്യമുണ്ട്, ഇതിൽ പാസ് സുഹൃത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ലല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ സുഹൃത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാണ് ഈ 1.5 കോടി 50 ലക്ഷം മാത്രം ചെലവുള്ളതിന് 1.5 കോടി എന്ന്? അത് കേട്ടിട്ട് നിങ്ങൾക്ക് അതിനെ പറ്റി ചോദിക്കാനില്ല. നിങ്ങൾക്ക് അല്ല, ഇനി ഇത് അറിയിച്ചു എന്ന് ഇരിക്കട്ടെ, എന്ത് സംഭവിക്കണം? അല്ല, എന്ത് സംഭവിക്കണം അതിനകത്ത്? ആണല്ലോ, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഒന്നിച്ചു വർക്ക് ചെയ്തത്. അതുകൊണ്ട് പുള്ളി അറിഞ്ഞു പറയട്ടെ, അല്ലെ നിങ്ങൾ അറിയിച്ചു എന്ന് പറയാം. നിങ്ങൾ ഇത് മാത്രം എന്താ തെളിവ്? ഇത് തെളിവുള്ളോട്ടെ ചോദിച്ചു. നിങ്ങൾക്ക് അയച്ച മെസ്സേജ് അതിൽ പറയുന്നുണ്ട്. ഈ പാവം നിർമ്മാതാവിനെ അറിയിക്കുന്നത് നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഷ്ടം പോലെ തെളിവുകൾ അയാൾ ഇറക്കിയിട്ടുണ്ട്. ഏതാണ് ഈ പറയണ വീഡിയോയിൽ ലൈവ് വന്നിട്ട് ഇയാൾ പറഞ്ഞു ഈ 1.5 കോടിക്ക് സാറ്റലൈറ്റ് OTT ഈ കേരളത്തിന്റെ പകുതി എഴുതി വാങ്ങിയെന്ന് പറഞ്ഞു. അല്ല സുഹൃത്തെ, നിങ്ങൾക്ക് ഇത്രയും ഫ്രോഡ് കാണിക്കുന്ന ഒരാള് ബ്ലാക്ക് മെയിൽ ചെയ്യുവാണെന്ന് ഞങ്ങൾ ഇത്രയും തെളിവ് വെച്ച് നിരത്തുമ്പോഴും ആ കുറ്റവാളിയെ മഹത്വവൽക്കരിക്കാൻ താങ്കൾ എടുക്കുന്ന എഫേർട്ടിനെ കൈയടിയല്ല. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ചെയ്യണം. നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നതിനെല്ലാം കേട്ടോ. അല്ലല്ല, തിരിച്ചും ഇത്രയും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ഈ ചോദ്യം മാത്രമാണ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിക്ഷിപ്ത താല്പര്യം ഉണ്ടാവത്തില്ല. ആ താല്പര്യം നിങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് താങ്കൾക്ക് മെസ്സേജ് ചെയ്ത് എന്റെ ചോദ്യം അത്ര മാത്രം അറിവുണ്ട്. ഒരു കാര്യം പറഞ്ഞത് എന്റെ ചോദ്യം അത്ര ഒറ്റ ചോദ്യം. എനിക്ക് ആ സിമ്പിൾ ചോദ്യം, താങ്കൾക്ക് മെസ്സേജ് ഇങ്ങനെ വിഷയമുണ്ട്, മെസ്സേജ് ചെയ്തിരിക്കട്ടെ, എന്ത് ചെയ്യണം? ചെയ്തെന്ന് അറിയിച്ചോന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ ചോദ്യത്തിനാണ് ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ദയാളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ഒരു മെസ്സേജ് ഇടുകയാണ് വാട്സപ്പ് അക്കൗണ്ടില്. ഇന്നലെ തന്ന 50,000 രൂപ എപ്പോ തിരിച്ചു തരും? നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ പച്ചിട്ട് പോടവരാന്ത എന്ന് പറയും, അല്ലേ? ഞാൻ എന്തിനു പേടിക്കണം? അത്രേ ഉള്ളൂ. കാര്യങ്ങൾ ചോദിക്കുന്നത് കൃത്യമായിട്ട് തന്നെ മറുപടി. ഒരു സുഹൃത്തെ, ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും തെളിവുകളും ഞാൻ നികത്തപ്പെടും ഈ ഒരു മെസ്സേജിന്റെ കാര്യത്തിലാണ്. സംവിധായകനോട് ചോദിച്ചത്, നിങ്ങളുടെ സിനിമയിൽ ഇപ്പോ ആസിഫ് അലിയാണ് മെയിൻ നായകനായിട്ടുള്ളത്. ജഗദീഷ് ചേട്ടനടക്കം പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ ഈ ടീമിന്റെ മൊത്തം സപ്പോർട്ടും ഇപ്പൊ നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മള് ഒരു പ്രസ് മീറ്റ് വിളിക്കാൻ ഉദ്ദേശിച്ചില്ല. അപ്പൊ ഇന്നലെ എന്നെ ഇതുപോലെ ഏതോ ഒരു ചാനലിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് അവർ കുറെ കാര്യങ്ങൾ ചോദിച്ചു. അതായത് വിവേക് വിശ്വൻ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇത് മീഡിയയിൽ കൊടുക്കണം, ന്യൂസിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് ആ ഒരൊറ്റ കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ പ്രസ് മീറ്റ് വിളിച്ചത്. കാരണം എല്ലാവരും എന്നെ വിളിച്ചത് ചോദിക്കണമെന്നില്ല, എല്ലാ ചാനലുകളും വിളിക്കണമെന്നില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ ഫേസ്ബുക്കിലായിട്ട് ആസിഫും ഞാനും നമ്മൾ 3 പേരുമായിട്ട് വന്ന് ഫേസ്ബുക്കിൽ വന്ന് പറയാനിരുന്ന കാര്യമാണ് ഇന്ന് ഇത്രയും ഇവിടെ വിളിച്ച് ഇത്രയും ഇതായിട്ട് പറഞ്ഞു. തീർച്ചയായിട്ടും ആസിഫ് വന്ന് പറയും, എൻ്റെ സിനിമയിലുള്ള ഒരാളിനോടും എനിക്ക് ഒരു പ്രശ്നവുമില്ല. അതായത് എന്ത് ഫൈനാൻസ് സാമ്പത്തിക ഇടപാടായിക്കോട്ടെ, വേറെന്തെങ്കിലും ഇഷ്യൂ ആയിക്കോട്ടെ, ഒരാളുമായിട്ട് ഒരു പ്രശ്നമില്ല. ഞാൻ ഇതിനു മുമ്പും ബേസിൽ വെച്ച് പണം ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് എനിക്കൊരു പ്രശ്നങ്ങളില്ല, തർക്കങ്ങളില്ല, സാമ്പത്തിക പ്രശ്നങ്ങളില്ല. ശരി, അപ്പോൾ അവസാനമായിട്ട് ചോദിക്കട്ടെ, സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് നീതി കിട്ടും എന്ന് പ്രതീക്ഷയുണ്ടോ? എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? എന്തായാലും നിങ്ങൾക്ക് കയ്യിൽ നിന്ന് കുറെ കാശ് പോയി. ഇപ്പൊ എന്തായാലും ഇപ്പൊ കോടതി ചെലവിനായിട്ട് കാശ് പോകുന്നുണ്ട്. എങ്ങനെ പോയാലും ഇപ്പൊ അത് റിസൾട്ട് വരുന്ന സമയത്ത് എന്തായാലും നഷ്ടപരിഹാരം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇറങ്ങിയ കാശിന് എന്തായാലും മൂല്യം ഉണ്ടാവണമല്ലോ. അപ്പൊ ഈ പറഞ്ഞ ഈ വിവേകിന്റെ കയ്യിൽ തീർച്ചയായിട്ടും ആദ്യം ഈ വരുന്ന വീക്കില് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വന്ന സിനിമ റിലീസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അടുത്ത എൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം വിവേക് ആയിക്കോട്ടെ, ആരൊക്കെയാണോ
അപ്പോൾ ഈസി ഫ്ലൈയെ ഞാൻ വിടേണ്ട കാര്യമില്ല. കാരണം എനിക്കുണ്ടാകാൻ പോകുന്ന നഷ്ടം എത്രയാണെങ്കിലും അത് തരാൻ അവർ ബാധ്യസ്ഥരാണ്. അതുപോലെ ഇതിൻ്റെ മെയിൻ്റനബിലിറ്റി ചലഞ്ച് ചെയ്തുകൊണ്ടൊരു കംപ്ലൈൻറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവരുടെ അടുത്ത് രേഖകളുണ്ടെന്ന് പറയുമ്പോൾ ആ രേഖകൾ അവിടെ ഹാജരാക്കണമല്ലോ കോടതിയിൽ. ഇതൊന്നും ചെയ്തിട്ടില്ല ഇന്ന് വരെ. അപ്പോൾ ഇത് സുപ്രീം കോടതിയിലെ ഒരു മോഷൻ ഹിയറിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് പെട്ടെന്ന് ഇതുപോലെ ഒരുപാട് നാൾ നീണ്ടുപോകില്ല. അത് ചിലപ്പോൾ സിനിമ റിലീസ് ചെയ്യാനുള്ള അനുമതി തന്നാലും എനിക്ക് ബാക്കി കാര്യങ്ങൾ നമ്മൾ ട്രയൽ കോർട്ടിലായിരിക്കും ഇതൊക്കെ പ്രൂവ് ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? അപ്പോൾ അതിലെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സുപ്രീം കോടതി പോയി ഇത്രയും ധൈര്യം. കാരണം എൻ്റെ സൈഡിൽ 100% എനിക്ക് ഉറപ്പുകൊണ്ടാണ് പോയത്. ഒരിക്കലും നിങ്ങൾ പറയുന്ന കണക്ക് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഒരു പാളിച്ചയോ ഒരു വീഴ്ചയോ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ ഇരിക്കില്ല, നിങ്ങൾ ആരും ഇവിടെ വരില്ല. ഞാൻ ഈ കാശ് കൊടുത്തിരിക്കും, മനസ്സിലായില്ലേ? ഇവർക്ക് ആ കാശ് കൊടുത്തിരിക്കും. പക്ഷെ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. പിന്നെ ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുന്നു, ഇതുപോലെ സമാനമായ ഈ ഉസ്മാൻ എന്ന് പറയുന്ന ആളിനെ ഞാൻ കണ്ടിട്ടില്ല. അയാളാണ് എൻ്റെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും എന്തിനാ PROയെ പോലും വിളിക്കുന്നത്. എന്തിനാണ് 2 മാസം വരെ ഈ സിനിമ നീണ്ടുപോകും? നിങ്ങൾക്ക് നഷ്ടമല്ലേ? നിങ്ങൾ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്ത് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. എനിക്ക് ആ 25 ലക്ഷം രൂപയേക്കാൾ വലുതാണ്. ഇനി ഒരാൾ പെടരുത്, എന്നെ പോലെ വരുന്ന ഒരാൾ ഇതുപോലെ വന്ന് പെട്ടുപോരും. കാരണം ഞാൻ പറഞ്ഞില്ലേ, സുപ്രീം കോടതി കേസ് നടത്താൻ അത്രയും ചിലവുണ്ട്. അത് ഞാൻ എനിക്ക് ആദ്യം ഇതുപോലുള്ള ആൾക്കാർ ഇനി വരാൻ പാടില്ല. സ്വാഭാവികമായിട്ട് ഞാൻ ആ മീഡിയക്കെതിരെയും കേസിന് പോകും. കാരണം ഇവരുടെ സപ്പോർട്ട് കൂടി ഈ വിവേക് വിശ്വൻ എന്ന് പറയുന്ന ആള്, ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? 7-ാം തീയതി ഈ ഓർഡർ കംപ്ലീറ്റ് മാധ്യമങ്ങൾക്ക് അയക്കുന്നു, എല്ലായിടത്തും അയക്കുന്നു. അപ്പോൾ ചോദിച്ചാൽ അയാൾ എന്നോട് പറഞ്ഞതാണ്, ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ മോള് സത്യം ഉസ്മാനാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അയാൾക്ക്? അപ്പം ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ആ കേസ് കോംപ്രമൈസ് ആവാൻ അവർ തമ്മിലുള്ള ഡീല് കഴിഞ്ഞാലും സിനിമയിൽ നിന്ന് കിട്ടുന്ന പൈസ അവർക്ക് വീതം വെക്കലാണ്. അല്ലാതെ ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ ഉസ്മാൻ എന്ന വ്യക്തിയെ നിങ്ങൾ എടുത്ത് പറയുന്നത് അത് അദ്ദേഹത്തിനെതിരെ തെളിവുകളുണ്ടോ? അല്ല, അതാണ് ഉസ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. പേരെടുത്ത് പറഞ്ഞു എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കമ്പനി ആയിരിക്കും അത്. അപ്പൊ ഒരു പേര് വന്നതിന്റെ പേരിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ? അല്ല, അതാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളിൽ എത്ര മാധ്യമങ്ങളിൽ ആദ്യം ഈ പടത്തിന്റെ ഒരു സ്റ്റേ വന്നപ്പോൾ നിങ്ങൾ കൊടുത്തു എന്ന് എനിക്കറിയില്ല, എത്ര പേര് ചെയ്തു എന്ന് എനിക്കറിയില്ല. ഞാൻ സ്വാഭാവികമായിട്ട് ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതുപോലൊരു പ്രസ് മീറ്റ് ഒന്നും വിളിച്ചില്ല. കാരണം എന്തിനാണ് എൻ്റെ സിനിമ വെറുതെ ആവശ്യമില്ലാത്തൊരു ഇഷ്യൂലോട്ട് വീണ്ടും കൊണ്ടുപോകണം? ഞാനത് ഒഴിവാക്കി. ഇപ്പം എനിക്ക് നിവൃത്തിയില്ല, കാരണം എനിക്ക് വന്നേ പറ്റൂ. കാരണം ഇനി ഈ സിനിമ സത്യം പറഞ്ഞാൽ ഈ സിനിമ തിയേറ്ററിൽ വന്ന് ഇത് സക്സസ് ആവണം. എനിക്കിതിൻ്റെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് നല്ലൊരു സിനിമയാണ്, തീർച്ചയായിട്ടും സക്സസ് ആവും. അല്ല, ഇപ്പൊ അവൻ ചോദിച്ച ചോദ്യം ആ ഉസ്മാൻ എന്ന വ്യക്തിയെ നിങ്ങൾ പറയുമ്പോൾ അതിന്റെ തെളിവാണ് ചോദിച്ചത്. തെളിവ് എന്ന് പറയുന്നത് ഒന്നാമത്തെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറെ തന്നെയാണ്. അത് കേൾപ്പിക്കണം. വോയിസ് എന്റെ ഡിസ്ട്രിബ്യൂട്ടർക്ക് വോയിസ് അയച്ചിരിക്കുകയാണ്. നിങ്ങൾ അഡ്വാൻസ് എന്തെങ്കിലും പ്രൊഡ്യൂസർക്ക് കൊടുത്തിട്ടുണ്ടോ? കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഓഡിയോ എൻ്റെ അടുത്തുണ്ട്. ഈ ഉസ്മാൻ എന്ന് പറയുന്ന വ്യക്തി പ്രതീഷ് എൻ്റെ PRO ഇവിടെ നിൽക്കുന്നുണ്ട്. PROയോട് വിളിച്ചു. ഇത് ഞാൻ വെറുതെ കെട്ടിച്ചമച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിധത്തിലും ലൈഫിൽ കണ്ടിട്ടില്ലാത്ത വ്യക്തികളാണ് ഇവരെല്ലാം. ഇവർക്ക് ഇത് ഇങ്ങനെ ഇത് ഞാൻ മാഫിയ ഒരു ബ്ലാക്ക് മെയിലിംഗ് സെക്രട്ടറി എന്ന് തന്നെ ഞാൻ പറയും. കാരണം തീർച്ചയായിട്ടും എനിക്ക് അതേ പറയാൻ പറ്റും. എന്താണ് കഴിപ്പിക്കാൻ പാടും? വിവേകിനെ വിളിച്ചോണ്ട് പേയ്മെന്റ് ഇത് ഒരാഴ്ചയായി. അപ്പൊ ഇന്ന് അവർ പേയ്മെന്റ് കൊടുക്കാന്നുണ്ട്. നമ്മുടെ തൗഫീഖും മറ്റേ നൈസാമും കൂടി ഇന്ന് പേയ്മെന്റ് കൊടുക്കാന്നുണ്ട്. അപ്പൊ ഇന്ന് വിവേകിനെ വിളിച്ചോണ്ട് പേയ്മെന്റ് ഇപ്പൊ തരാൻ പറ്റില്ല, നിങ്ങൾ കേസുപരമായിട്ട് തന്നെ പോയിക്കോ. അങ്ങനെ പോയിപ്പോ പ്രസ് മീറ്റ് നാളെ മറ്റന്നാൾ ഇങ്ങോട്ട് വരും. ഒന്ന് പ്രസ് മീറ്റ് വിളിക്കാനുള്ള പരിപാടിയിലല്ലേ, അത് സെറ്റിൽമെന്റ് നിൽക്കുന്നില്ല. വിവേക് വിശ്വൻ ഇനിയും പ്രസ് മീറ്റ് വിളിക്കും, എന്നെ ഭയപ്പെടുത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് കാശ് തരാൻ പറ്റില്ല, വാങ്ങാത്ത കാശ് എങ്ങനെ തരും എന്ന് ചോദിച്ചതാണ്. ഇതുപോലെ പല സ്ഥലത്തും ഇതുപോലെ ഒരു ബിസിനസ് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത്രയും നന്നായിട്ട് ഒരു ആസിഫലിയുടെ കരിയറിൽ തന്നെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്ത് അടുത്ത വരേണ്ട ഒരു സിനിമ എൻ്റെതാണ്. എനിക്ക് വേറൊരു സിനിമയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കേണ്ടി വരും. സർക്കിട്ട് 8-ാം തീയതി റിലീസ് ചെയ്യണം. ഞാൻ മറ്റൊരു പ്രൊഡ്യൂസറെ നിർവഹിക്കേണ്ട കാര്യം എനിക്കില്ല. ഇനി ആകെ പ്രതീക്ഷ പ്രേക്ഷകരിൽ മാത്രമാണ് ഈ സിനിമ
അവർ കാണുക, സപ്പോർട്ട് ചെയ്യുക എന്നല്ലാതെ വേറൊന്നുമില്ല. ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പരിശോധിക്കാം. എനിക്ക് ഈസി ഫ്ലൈസ് കമ്പനി തന്നിരിക്കുന്ന എഗ്രിമെന്റിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇവർ തമ്മിൽ 2 പാർട്ട്നേഴ്സ് തമ്മിൽ അറിയാതെ ഒരു പാർട്ട്ണർ ബന്ധപ്പെടുന്ന എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുള്ള 2 പാർട്ട്നേഴ്സും ഒപ്പിടാത്ത ഒരു ഡോക്യുമെന്റിന് വാല്യൂ ഇല്ല. ഈ 2 പാർട്ട്നേഴ്സ് ഒപ്പിട്ടിരിക്കുന്ന ഒരു ഒറ്റ ഡോക്യുമെന്റേ ഉള്ളൂ. ഈ അജീം മേഡയിലും തൗഫീഖ് ആറും ഒപ്പിട്ടിരിക്കുന്ന ഒരൊറ്റ ഇതുള്ളൂ. ഇത് എൻ്റെ ഒരു വിശ്വാസത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഫിലിം ചേംബറിൽ വിളിച്ചു വരുത്തിയാണ് ടൈറ്റിലെല്ലാം മാറിയത്. എൻ്റെ സാന്നിധ്യത്തിലല്ല, ഞാനിവിടെ ഇല്ല, ഞാൻ വെളിയിലായിരുന്ന സമയത്ത് എൻ്റെ ലീഗൽ അഡ്വൈസർ. കാരണം ഞാൻ അങ്ങനെയെങ്കിലും ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ കേസിൽ ഇപ്പം ഞാൻ പെട്ടേനെ. സർ, ഇതിൽ പ്രൊഡക്ഷൻ കൺട്രോളറുടെ പേര് പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ കഥകളും ആദ്യം മുതൽ അറിയാമായിരിക്കാം. അദ്ദേഹം തന്നെയാണ് ഈ സിനിമ എൻഡ് ചെയ്യുമ്പോഴും? അല്ലല്ല, എന്നോട് കഥ പറയാൻ വന്നത് സേതു നേരിട്ടാണ്. സേതു വന്നിട്ട് തന്നെയാണ് നമ്മൾ കഥയിലോട്ട് എത്തിയത്. അപ്പോൾ ആ പ്രൊഡക്ഷൻ കൺട്രോളർ അല്ല ഇപ്പോൾ സിനിമ ഫിനിഷ് ചെയ്തത്? അതേ സെയിം പ്രൊഡക്ഷൻ കൺട്രോളർ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് എല്ലാ കഥകളും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ താങ്കളോട് അത് പറഞ്ഞിട്ടില്ല? സുഹൃത്തെ, ഇതിന്റെ രസം 3 മാസമാണ് ഈ കൺട്രോളറും ഈ പറയുന്ന പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫിലിം ചേംബറിൽ വെച്ചിട്ട് ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ അറിവോടെ, ഡയറക്ടേഴ്സ് അസോസിയേഷൻ്റെ അറിവോടെ തന്നെയാണ് ഇത് മാറ്റി എഴുതിയത്. ആൻഡ് ഈ പറയുന്ന ഈസി ഫ്ലൈയിലെ 2 പേർക്കും എന്തൊക്കെയാണോ നമ്മൾ അഡ്വാൻസ് വാങ്ങിച്ചതും പ്രീ പ്രൊഡക്ഷൻ്റെ എക്സ്പെൻസും എല്ലാം തിരിച്ചു കൊടുത്ത് ലീഗലി ആണ് ഈ പടം അനൗൺസ് ചെയ്തതും. ഇതിൻ്റെ ആദ്യത്തെ എന്താ പറയുക, ഫസ്റ്റ് ലുക്ക് വിട്ടതും പൂജ നടന്നതും 45 ദിവസം ഷൂട്ട് കിടന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഞങ്ങൾ പോയി പരാതി പറയില്ലല്ലോ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ക്ലീൻ ചിറ്റ് കൊടുത്തേക്കണാണ് ഇതിന്. ഇന്നലെ അസോസിയേഷനിൽ ഞാൻ ബന്ധപ്പെട്ടു. കാരണം എനിക്കിങ്ങനെ എന്താ പറയുക, ഈ ഓൺലൈൻ മാധ്യമമായ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പുള്ളിക്കരുത്തിൽ ഒരു സർക്കുലർ ഇറക്കണമെന്ന് വരെ ഞാൻ പറഞ്ഞു. കാരണം എന്നെ പോലുള്ള പ്രൊഡ്യൂസേഴ്സാണ് ഇവർക്ക് പേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാളിനെ സപ്പോർട്ട് ചെയ്ത തെളിവുണ്ടെങ്കിൽ ഓക്കെ, ഞാനത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, എനിക്കൊരു പ്രശ്നമില്ല, അത് ഞാൻ ബാധ്യസ്ഥനാണ് കൊടുക്കാൻ. ഇത് ഞാൻ ഒരു വിധത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. ഇയാൾക്ക് എന്തുകൊണ്ട് ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് എന്നെ ബന്ധപ്പെട്ടുകൂടാ? പടം റിലീസ് ചെയ്ത് ഡബ് ചെയ്ത് ഫൈനൽ ഔട്ട് ഇറങ്ങുന്നതിൻ്റെ സമയത്താണ് ഇയാൾ കൊണ്ട് കേസ് കൊടുക്കുന്നത്. ഹൈക്കോടതി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിധി കൊടുത്തത്? ആ ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. അതിനകത്ത് ഹൈക്കോടതി വിധി പറയുന്നുണ്ടല്ലോ OTT ബിസിനസ്, ഇതെല്ലാം ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിലുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അത് എന്തുകൊണ്ടാണ് ഹൈക്കോടതി ജഡ്ജി അങ്ങനെ പറയുമ്പോൾ അത് തെളിവുകൾ കൊടുത്താൽ മാത്രമേ ഹൈക്കോടതി പുള്ളി എനിക്ക് കുറെ കാര്യങ്ങൾ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിനെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും എനിക്ക് ആദ്യം ഓർഡർ കിട്ടിയിരിക്കുന്ന ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ജില്ലാ കോടതി അല്ല, ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസിൽ ഞാൻ ഇതിനകത്ത് അഭിപ്രായം പറയാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ എനിക്ക് ഇനി അതുകൊണ്ടാണ് എനിക്ക് ഒന്നാമത് ഹൈക്കോടതിയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, സമയം അതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് കോടതി ഞാൻ വക്കാലത്തിട്ടു, ഹിയറിംഗും ഒന്നും മാറിയും തിരിഞ്ഞു പോയി, ഈ ടൈം പോകുമെന്നുള്ളതുകൊണ്ടാണ് സുപ്രീം കോടതി പോയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഹൈക്കോടതിയിലെ ഉത്തരവിനെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട കോടതി ഇട്ടതാണ്, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള അതിന് മുകളിലുള്ള കോടതിയാണ് വിധിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്കൊരു അഭിപ്രായം പറയാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. പ്രതികരണം വരും, ഉറപ്പായിട്ടും ഇമ്മീഡിയറ്റ് വരും. ഓക്കെ, അതാണ് ഇത്. ഇപ്പോൾ ആസിഫ് അലി ടിക്കറ്റ് ആക്കാന്ന് പറയുന്ന പടത്തിന്റെ ഷൂട്ടിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്നലെ രാത്രി ആസിഫോട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ നമുക്ക് ഇന്ന് ഒരു ഫേസ്ബുക്ക് ലൈവ് പോവാം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ രാത്രി ഒരു 8 മണിക്ക് ഒരു ഇതുപോലെ ഒരു മാധ്യമപ്രവർത്തകന്റെ കോള് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണ് രാവിലെ വിളിച്ചു പറഞ്ഞത് നമുക്കൊരു പ്രസ് മീറ്റ് വിളിക്കാം. അപ്പോൾ ആസിഫിനെ ഇന്ന് ഷൂട്ട് ഉള്ളതുകൊണ്ട് വന്നിട്ടില്ല. ആസിഫ് തീർച്ചയായിട്ടും ഇന്ന് തന്നെ അതിന് ഒരു വിശദീകരണം ഫേസ്ബുക്കിലിടും.